മാന്യ സദസ്സിന് നമസ്കാരം. ഞാൻ ഡോക്ടർ അഗസ്റ്റസ് മോറിസ്, കേരള സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിൽ അസിസ്റ്റൻ്റ് സർജനായി ജോലി ചെയ്യുന്നു. 4 വർഷം കോട്ടയം ഐമനം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു. പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കൈയിട്ട് വാരാൻ അനുവദിക്കാതിരുന്നത് കൊണ്ട് കാസർഗോഡേക്ക് സ്ഥലം മാറ്റിയെങ്കിലും ആ സമയത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതുകൊണ്ട് സ്വദേശമായ കൊല്ലം ജില്ലയിൽ, അത് തന്നെ തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് തെന്മല എന്ന് പറയുന്ന സ്ഥലത്തെ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലാണ് ഇപ്പോൾ ജോലി ചെയ്യുന്നത്. ജീവിതത്തിൽ വളരെ വൈകി മാത്രമാണ് ഞാൻ യുക്തിവാദി പ്രസ്ഥാനങ്ങളെപ്പറ്റിയും അതിൻ്റെ ആൾക്കാരെ പറ്റിയൊക്കെ അറിയാനിടയായത്. പ്രത്യേകിച്ചൊരു സംഘടനയിൽ അംഗത്വം എടുത്തിട്ടില്ലെങ്കിൽ പോലും പല പരിപാടികളിലും പങ്കെടുത്തപ്പോഴത്തേക്ക് എനിക്ക് ബോധ്യപ്പെട്ട ഒരു കാര്യം, ഞാൻ ഇന്നും ഒരു യഥാർത്ഥ യുക്തിവാദിയെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്കിതിലേക്ക് ഒരുപാട് നിരീശ്വരവാദികളെ കാണാൻ സാധിച്ചുവെങ്കിലും ജീവിതത്തിൽ 100% യുക്തി ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരാളെ എനിക്കിതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, സയൻസിന് ഒരു നിർവചനമുണ്ട്. ആരെ എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉളവാക്കുന്നതെന്തോ അതാണ് സയൻസ്. ആ അർത്ഥത്തിൽ സയൻസ് പഠിക്കുകയും പരിശീലിക്കുകയും പ്രായോഗിക തലത്തിൽ കൊണ്ടുവരുന്ന ഏതൊരാളും സയൻറ്റിസ്റ്റാണ്. നമ്മളുടെ ഒരു ധാരണ ലബോറട്ടറികളിൽ ടെസ്റ്റ് ട്യൂബുകളിൽ സാധനങ്ങളെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിക്കുന്നവരാണ് സയൻറ്റിസ്റ്റുകളെന്നാണ്. തികച്ചും തെറ്റാണ്. അങ്ങനെ ഒരു രാജ്യത്ത് ഒരു വിദ്യാഭ്യാസം, അത് തന്നെ ഒരു ഉന്നത വിദ്യാഭ്യാസം ലഭിച്ച് സമൂഹത്തിലേക്ക് ഇറങ്ങിയപ്പോഴത്തേക്കാണ് അങ്ങേയറ്റം യാഥാസ്ഥിതികമായൊരു സമൂഹത്തിലാണ് നമ്മൾ നിലനിൽക്കുന്നതെന്നും അതിനെ അത്ര പെട്ടെന്ന് മാറ്റിമറിക്കുക എന്നുള്ളത് എളുപ്പത്തിൽ നടക്കാവുന്ന ഒന്നല്ലെന്നും മനസ്സിലായി. പക്ഷേ മാറ്റിമറിക്കാൻ കച്ചകെട്ടി ഇറങ്ങിയ പല ആൾക്കാരും, അതിനകത്ത് സംഘടനകളുണ്ടാവാം, വ്യക്തികളുണ്ടാവാം, ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോവുകയോ അതല്ലെങ്കിൽ അവരുടെ മനസ്സ് കൂടുതൽ യാഥാസ്ഥിതികമാവുകയോ ചെയ്യുന്ന ഒരവസ്ഥയിലാണ് ഇന്ന് കേരളം. വിദ്യാഭ്യാസമുള്ള വിഡ്ഢികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മളുടെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മയും അതാണ്. എഴുതാനും വായിക്കാനും അറിയാം എന്നതിനപ്പുറം ഒരു കാരണവശാലും പഠിച്ചതിനെ പ്രായോഗിക തലത്തിലേക്ക് കൊണ്ടെത്തിപ്പെടുത്താനുള്ള മാനസികാവസ്ഥ ഇല്ലായ്മ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമുക്ക് ലഭിക്കുന്ന വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തികച്ചും മതപരമായ വിദ്യാഭ്യാസമാണ്. രാഷ്ട്രീയക്കാരനും മതമേലധ്യക്ഷന്മാർക്കും വേണ്ടത് 100% അവരുടെ വിശ്വാസങ്ങൾ അതേപടി അംഗീകരിക്കുന്ന, തിരിച്ച് ഒരു ചോദ്യം പോലും ഉന്നയിക്കാതിരിക്കുന്ന അടിമകളെയാണ്. കേരളത്തിലെ പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുതന്നെയാണ്. കേരളത്തിൻ്റെ 3 ഘട്ടങ്ങളിലായിട്ടുള്ള പുരോഗമന രീതിയിലേക്കുള്ള വരവ്, അതിൻ്റെ 1ഉം 2ഉം ഘട്ടങ്ങൾ കഴിഞ്ഞുവെങ്കിലും അന്തിമമായ 3ാം ഘട്ടത്തിലേക്ക് കേരളത്തിന് വരാൻ സാധിച്ചില്ല. അതുതന്നെയാണ് നമ്മളിന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നവും. സ്കൂളിൽ പഠിക്കുമ്പോൾ ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ പല പരിപാടികളിലൂടെയൊക്കെ, യുറേക്ക ക്വിസിലൂടെയൊക്കെയാണ് ഞാൻ വളർന്നു വന്നത്. പൊതുജീവിതത്തിൽ ഇടപെടേണ്ടതായിട്ടുള്ള നിരവധി വിഷയങ്ങളുണ്ടായിരുന്നിട്ട് പോലും മാറി നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു പരിധിവരെ സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള ആഹ്വാനങ്ങളും അതോടൊപ്പം തന്നെ ജനങ്ങളെ ഒരു പ്രത്യേക രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കുന്ന തരത്തിലുള്ള ചില പ്രവർത്തനങ്ങളുമേ അവിടെ നടന്നിട്ടുള്ളൂ എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപാട് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിലൊക്കെ ഇതിൻ്റെ വലിയ വലിയ ആൾക്കാരെ കയറി ഇരുന്നിട്ട് പോലും വിഡ്ഢിത്തരങ്ങളാണ് കേരള സമൂഹത്തിന് സംഭാവന ചെയ്തിട്ടുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. മനുഷ്യ ശരീരം കീറിമുറിച്ച് പഠിക്കുകയും മനുഷ്യ മനസ്സിനെ പഠിക്കുകയും ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് 2 ജാതികളേ ഉള്ളൂ. ഒന്ന് ആണ്, ഒന്ന് പെണ്ണ്. ഏതൊരു ശിശുവും ജനിക്കുന്നത് ആണ് അല്ലെങ്കിൽ പെണ്ണ് ആയിട്ടാണ്. ചില അന്തസ്രാവി ഗ്രന്ഥികളുടെ തകരാറ് മൂലം ഒരുപക്ഷെ ഉഭയലിംഗം എന്ന് പറയുന്നൊരു 3ാമതൊരു ജാതിയിലേക്ക് പലരും പോകാം. അത് അവരുടെ കുഴപ്പമല്ല. പക്ഷേ പരിശുദ്ധ പോലെയുള്ളൊരു പ്രസ്ഥാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ചില ആൾക്കാരുടെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടോ? 2-3 അക്ഷരങ്ങൾ കഴിഞ്ഞിട്ട് പിന്നെ ഒരു ജാതി പേരാണ്. ഇത്തരം ആൾക്കാരാണ് കേരള സമൂഹത്തിൽ ശാസ്ത്രചിന്ത പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നിൽക്കുന്നത്.
കേരള സമൂഹത്തിൽ ഇന്നും മുഖ്യധാരയിലേക്ക് വരാതെ കിടക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനോ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ക്ഷേമപരമായ പ്രവർത്തനങ്ങൾ സയൻസ് ഉപയോഗിച്ച് നടത്തുവാനോ സാധിച്ചിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. അതുപോലെ തന്നെ യുക്തിവാദി പ്രസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞാൽ സംഘടന വളരെ നല്ലതാണ്, പക്ഷേ എല്ലാ സംഘടനകൾക്കും അപചയമുണ്ട്. ചിലർ പറയാറുണ്ട് മതവിശ്വാസം തുടച്ചു നീക്കണം, അല്ലെങ്കിൽ എല്ലാവരെയും നിരീശ്വരവാദത്തിലേക്ക് കൊണ്ടുവരണമെന്നൊക്കെ. അങ്ങേയറ്റം വിഡ്ഢിതരമാണ് അത്തരം പ്രസ്താവനകൾ. കാരണം ഒരു മതവിശ്വാസി മതത്തിലേക്ക് എത്തപ്പെടുന്നത് യുക്തിപൂർവമായിട്ടൊരു തീരുമാനം എടുത്തിട്ടല്ല. അവരുടെ മാതാപിതാക്കൾ അവരിൽ അടിച്ചേൽപ്പിച്ച ചില ചിന്താഗതികൾ അതവർ ജീവിതകാലം മൊത്തം പിന്തുടരുന്നു. അപൂർവം കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളിൽ നിന്നും ഒരു തോന്നലുണ്ടാവൂ, ഇത് എന്തുകൊണ്ട്. പള്ളിയിൽ അൾത്താര ബാലനായിരുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. ഏതാണ്ട് 6 വർഷത്തോളം ലേഖന വായ്പും അല്ലെങ്കിൽ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത ഒരു തനി മതവിശ്വാസിയായിരുന്ന ഒരാളായിരുന്നു ഞാൻ. ബൈബിൾ ക്വിസിനൊക്കെ 1-ാം ക്ലാസ് തൊട്ട് 10-ാം ക്ലാസ് വരെ ആർക്കും അങ്ങനെ 1-ാം സ്ഥാനം വിട്ടുകൊടുത്തിട്ടുമില്ലായിരുന്നു. അപ്പോൾ സാമ്പത്തിക പ്രതിസന്ധികളിൽപ്പെട്ട് ഉഴലിക്കൊണ്ടിരുന്ന എൻ്റെ പിതാവ്, അദ്ദേഹം ഒരു ജീവശാസ്ത്ര അധ്യാപകനായിരുന്നു. 100 പള്ളികളിൽ പോയി പൂജ കാണാവുന്ന ഒരു നേർച്ചയൊക്കെ അദ്ദേഹം നേർന്നു. ഒരു 8-ാം ക്ലാസ് തൊട്ടൊക്കെ നമ്മുടെ ഉള്ളിൽ ചില ചോദ്യങ്ങൾ വരുന്നുണ്ട്, അതിനൊക്കെ ഉത്തരങ്ങൾ എങ്ങൊന്നും കിട്ടിയിട്ടില്ല. വളരെ യാദൃശ്ചികമായിട്ടാണ് ഇടമുറകിൻ്റെ ചില പുസ്തകങ്ങൾ കിട്ടി സാധിച്ചതും. അങ്ങനെ ഇന്ത്യൻ എതീസ്റ്റ് പബ്ലിഷേഴ്സിൽ ഒരു അംഗത്വം എടുത്ത് വീട്ടിൽ പുസ്തകങ്ങൾ വരാൻ തുടങ്ങി. ഏതാണ്ട് 35-ാമത്തെ പള്ളിയിൽ പോക്കോടുകൂടി എൻ്റെ പിതാവിൻ്റെ മതവിശ്വാസം അറബിക്കടലിൽ പോയി. ഇതുകൊണ്ട് തന്നെയാണ് ഡോക്കിൻസിൻ്റെയൊക്കെ പുസ്തകം വരുമ്പോൾ മതമേലധ്യക്ഷന്മാർ വിരളി പിടിക്കുന്നത്. കാരണം 1-2 പുസ്തകം വായിച്ചാൽ മറിഞ്ഞു പോകാവുന്നതേ ഉള്ളൂ ഈ പറയുന്ന മതവിശ്വാസം. കാരണം അത് തിരിച്ചറിയാനുള്ള ഒരു ശേഷി നമുക്ക് വേണം. ആ ശേഷി ഉണ്ടാവാത്തത് കൊണ്ടുള്ള ചില പ്രശ്നങ്ങളാണ് നമ്മൾ നേരിടുന്നത്. അതുപോലെ തന്നെ ലോകത്ത് ഉത്സാഹശീലത്തിൽ ഇന്ത്യൻ ജനത എന്ന് പറയുന്നത് ഇന്ന് 119-ാമത്തെ സ്ഥാനത്താണ്. ആറ്റം ബോംബ് വീണ ജപ്പാൻ്റെയൊക്കെ മോട്ടോ എന്ന് പറയുന്നത് തന്നെ തുടർച്ചയായിട്ടുള്ള പുരോഗതി എന്നുള്ളതാണ്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ ജപ്പാനിലൊന്ന് പോയിട്ട് വന്നു. സാറേ വിശേഷം എന്തൊക്കെയുണ്ട്? ഇപ്പം സമയമില്ല, പിന്നെ പറയാം. എന്നാൽ ഒരു കാര്യം ഇപ്പം പറഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞു. അദ്ദേഹം രാവിലെ എഴുന്നേറ്റ് നോക്കി തെരുവിലൂടെ നടക്കുമ്പോൾ ഒരു പ്രത്യേക ജാലകത്തിൽ, ഒരു ജാലകം മാത്രമേ ഉള്ളൂ, അതിനുള്ളിൽ എന്തോ നമുക്ക് കാണാം. മുന്നേ പോകുന്ന ജപ്പാൻകാരൊക്കെ ജാലകത്തിലേക്ക് നോക്കിയിട്ട് എന്തോ വലിയ തമാശ കണ്ടുപോലെ പൊട്ടിച്ചിരിക്കുകയാണ്. പോകുന്നവരെല്ലാം ഒരേ ചിരി. അപ്പോൾ ഇദ്ദേഹത്തിന് ആകാംക്ഷ അടക്കാൻ സാധിച്ചില്ല. ഇദ്ദേഹം അവിടെ ചെന്ന് ഈ ജാലകത്തിലേക്ക് നോക്കി. അദ്ദേഹത്തിന് ചിരിക്കത്തതായിട്ടൊന്നും തോന്നിയില്ല. വീണ്ടും സ്വദേശികളെ വിളിച്ച് ചോദിച്ചു, ജപ്പാൻകാരെ വിളിച്ചു, ഇതെന്താണ് നിങ്ങൾ ചിരിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, ഓഫീസ് സമയത്ത് അത് അവർ ഇന്ത്യക്കാരൻ അവിടെ കിടന്ന് ഉറങ്ങുന്നു. അങ്ങനെയെങ്കിൽ ജപ്പാൻകാർ ഈ രാജ്യത്ത് വന്നിരുന്നെങ്കിൽ ചിരിച്ച് അവർക്ക് എന്തെങ്കിലുമൊക്കെ അസ്ഥിരത പറ്റിയേനെ. അതാണ് നമ്മുടെ ജനതയെന്ന് പറയുന്നത്. സകല മേഖലകളിലും സംഘടിച്ച് എങ്ങനെ ജോലി ചെയ്യാതിരിക്കാം എന്നതിൽ ഗവേഷണം നടത്തുന്ന പ്രത്യേകിച്ച് മലയാളികളെ, ആ മലയാളികളുടെ ശീലങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ പോലും ശാസ്ത്രവും സാഹിത്യവുമായിട്ട് വന്ന ആൾക്കാർക്ക് പോലും സാധിച്ചില്ല എന്നുള്ളതാണ് വാസ്തവം. ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലുണ്ടായ അപജയമാണ്. ഓരോരോ സമുദായങ്ങൾ ഉണ്ടാക്കുന്ന സ്കൂളുകളിലെ അധ്യാപകരാകാനുള്ള അടിസ്ഥാന യോഗ്യത എന്ന് പറയുന്നത് കോഴയും ആ സമുദായാംഗം ആയിരിക്കണം എന്നുള്ളൊരു വ്യവസ്ഥയുമാണ്. ഇത്തരത്തിലുള്ള അധ്യാപകരിൽ നിന്ന് കിട്ടുന്നത് വിദ്യാഭ്യാസമല്ല, വിദ്യ ആഭാസമാണ്. എൻ്റെ ബന്ധുവായ അധ്യാപകൻ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചതാണ്. 1857 സൂറ്ററിലും മീറ്ററിലും വർഗീയ ലഹള പൊട്ടിപ്പുറപ്പെട്ടു. അപ്പോൾ ഒരു കുട്ടി ചോദിച്ചു, സാർ അത് സൂററ്റും മീററ്റും എന്നല്ലേ? അങ്ങനെയും പറയാം. കാരണം പഴയ ലിപിയിൽ ഇറ്റ അച്ചടിച്ചിരിക്കുന്നത് 2 റാ പോലെയാണ്. അപ്പോൾ അധ്യാപകൻ നോക്കിയപ്പോൾ 3 റാ. ഇത്ര പോലും ഇന്ത്യയിൽ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളുടെ പേര് ഇന്നതാണെന്ന് പോലും അറിയില്ല. ഇതേ അധ്യാപകൻ തന്നെ ഇംഗ്ലീഷ് പഠിപ്പിച്ചപ്പോഴത്തേക്കും പറഞ്ഞു, 1 ബോട്ടിൽ ഓഫ് ചമ്പാഗൺ വാസ് ഓപ്പൺഡ്. അപ്പോഴൊരു കുട്ടി ചോദിച്ചു, സാർ അത് ഷാമ്പെയിൻ എന്നല്ലേ? അങ്ങനെയും പറയാം. ഓരോരോ സമുദായങ്ങളിൽ നിന്നുള്ള അധ്യാപകർ പഠിപ്പിച്ചിട്ടുണ്ടാക്കിയ ഇത്തരം ആഭാസങ്ങൾ, അതുപോലെ തന്നെ എന്തിനെങ്കിലും ചോദ്യം ചെയ്യാനുള്ളൊരു കഴിവ്, അതൊന്നും ഉണ്ടാക്കിയെടുക്കാതെ വെറും ഗുമസ്തന്മാരെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആ വിദ്യാഭ്യാസ രീതി അതിന്നും പിന്തുടർന്നു. ഏറ്റവും ഒടുവിൽ കാണിച്ച മണ്ടത്തരം, പെട്ടെന്നൊരു ദിവസം പരീക്ഷകളും എടുത്തു കളഞ്ഞു.
ഏറ്റവും കുറഞ്ഞ പക്ഷം നമ്മുടെ കുട്ടികൾ പരീക്ഷയുടെ തലേ ദിവസമെങ്കിലും ഇന്ന് പുസ്തകം വായിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതുമില്ല. മെഡിക്കൽ വിദ്യാഭ്യാസ കാലത്ത് സ്വകാര്യ മെഡിക്കൽ കോളേജുകൾക്കെതിരെ സമരം നടത്തി പരീക്ഷയൊക്കെ തടയപ്പെട്ട് കുറച്ച് കോഴ്സ് നീണ്ടുപോയി. അങ്ങനെ പിൽക്കാലത്തുണ്ടായ ഒരു കോളേജിൽ, കൊച്ചി കോഓപ്പറേറ്റീവ് സഹകരണ മെഡിക്കൽ കോളേജിൽ 2 വർഷം ഞാൻ സർജറി വിഭാഗത്തിൽ ലെക്ചറായിട്ട് ജോലി ചെയ്തു. വൈദ്യവിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഇത്രത്തോളം തകർച്ച, അതായത് കുട്ടികൾക്ക് ഇതൊരു പരിപാവനമായൊരു മേഖലയാണെന്നോ അല്ലെങ്കിൽ ദ നോബ്ലസ്റ്റ് പ്രൊഫഷൻ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന അതിനോട് യാതൊരു കമ്മിറ്റ്മെൻറ്റുമില്ല, അല്ലെങ്കിൽ യാതൊരു പ്രതിബദ്ധതയുമില്ല. രോഗികളെ കാണുന്നത് ഒരു തമാശ രീതിയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അത് എഞ്ചിനീയറിംഗ് മേഖലയാവട്ടെ, വൈദ്യവിദ്യാഭ്യാസ മേഖല, എല്ലായിടത്തും നമ്മളൊരു തകർച്ചയെ നേരിടുന്നു, ഇങ്ങേ അറ്റം സ്കൂളുകളിൽ പോലും. അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് ശരിക്കും ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നത്. എനിക്ക് പറയാനുള്ളത്, ഞാൻ പ്രവർത്തിക്കുന്ന മേഖല അത് വൈദ്യശാസ്ത്രമാണ്. ഇന്ത്യയിൽ നോക്കുമ്പോഴത്തേക്കും പല രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങൾ, സമ്പ്രദായങ്ങൾ നിലവിലുണ്ട്. ഒരു പക്ഷേ ലോകത്ത് മറ്റേതെങ്കിലും രാജ്യം ചെന്നിട്ടുണ്ടെങ്കിൽ അതിനെ കാണത്തില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ടൊക്കെ വളരെ വിശദമായിട്ട് പഠിക്കുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോഴത്തേക്കാണ് ചില കാര്യങ്ങൾ മനസ്സിലായത്. യുക്തിവാദി സംഘടനകളിലെ സമ്മേളനങ്ങളിൽ പോലും പലരും എഴുന്നേറ്റുന്ന വളരെ വികാരഭരിതമായിട്ട് ഞാൻ പറഞ്ഞ പോയിന്റുകൾക്കെതിരായിട്ട് സംസാരിക്കുന്നത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം അവരെയും ഭരിക്കുന്നത് വികാരമാണ്, വിവേകം അല്ല. സ്കൂളിൽ നമ്മൾ കെമിസ്ട്രി പഠിക്കുമ്പോൾ ഒരിക്കലും ഇന്ത്യൻ കെമിസ്ട്രി എന്നോ അമേരിക്കൻ കെമിസ്ട്രി എന്നോ അല്ല പഠിക്കുന്നത്. കെമിസ്ട്രി ഈസ് യൂണിവേഴ്സൽ. സയൻസ് എന്ന് പറഞ്ഞാൽ സാർവത്രികമാണ്, അതൊന്നേ ഉള്ളൂ. ഫിസിക്സ് പഠിക്കുമ്പോഴും ഇതുപോലെയാണ്. ഇന്തോനേഷ്യൻ ഫിസിക്സ് എന്നോ ശ്രീലങ്കൻ ഫിസിക്സ് എന്നോ അല്ല നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ സയൻസിൻ്റെ എല്ലാവിധ ശാഖകളെയും സമന്വയിപ്പിച്ചുകൊണ്ടുണ്ടാക്കിയ ആധുനിക വൈദ്യം അത് ഭൂമിയിൽ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടേതും മരുന്നാണ്, അല്ലെങ്കിൽ ഞങ്ങളും സയൻസാണ് എന്ന് പറഞ്ഞ് ചില ആൾക്കാർ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു സംശയം, സയൻസിന് അങ്ങനെ പല രൂപങ്ങളുണ്ടാവാൻ സാധിക്കുമോ? ഏറ്റവും വലിയ വിപത്ത് ഇപ്പോൾ കേരള സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, മുടി കിളിർക്കാൻ എണ്ണ തേച്ചാൽ മതി. ഒരുപാട് പേര് പോയി വാങ്ങിക്കും, തേച്ച് പിടിപ്പിക്കും. ഇതിന് പോകുന്നതിന് മുമ്പ് ആരും ഒന്നും ചിന്തിക്കാറില്ല, ഇങ്ങനെ ഒരു എണ്ണയ്ക്ക് എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നുവെങ്കിൽ ലോകത്ത് കഷണ്ടിക്കാരും തന്നെ കാണത്തില്ലായിരുന്നു. ആധുനിക വൈദ്യത്തിൽ ജനത്തിന് ഒരിക്കലും എണ്ണ എന്ന് പറഞ്ഞൊരു സാധനം മരുന്നായിട്ട് കൊടുക്കാറില്ല. മറ്റൊന്നുകൊണ്ടല്ല, തൊലി എന്ന് പറയുന്ന സാധനത്തിനെ കുറുകെ കടന്ന് എണ്ണയ്ക്ക് അകത്തേക്ക് പോകാൻ സാധിക്കുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. വൈദ്യവിദ്യാഭ്യാസത്തിൽ അടിസ്ഥാന വിഷയങ്ങളൊന്നാണ് ഫിസിയോളജി അഥവാ ശരീരക്രിയാവിജ്ഞാനം. അതിൽ ത്വക്കിൻ്റെ ഘടന പഠിക്കുമ്പോൾ 2 ലിപ്പിഡ് ലെയറുകൾ, കൊഴുപ്പിൻ്റെ 2 പാളികൾ കൊണ്ടുണ്ടാക്കപ്പെട്ട കോശഭിത്തി, അതിനെ കടന്നുകൊണ്ട് എണ്ണയ്ക്ക് അപ്പുറത്തേക്ക് പോകാൻ സാധ്യമല്ല. അങ്ങനെ പോകുമായിരുന്നുവെങ്കിൽ നിങ്ങൾ ആശുപത്രിയിലൊക്കെ ചെല്ലുമ്പോൾ പാരസിറ്റമോളിൽ എണ്ണ കിട്ടിയേനെ, കൊച്ചു കുഞ്ഞുങ്ങൾ വയലൂടെ കൊടുക്കേണ്ട, ദേഹത്ത് തേച്ചാൽ മതി മാറും. അങ്ങനെ കൊടുക്കാറില്ല. പക്ഷേ ഇവിടെ ഇന്ത്യയിൽ ചില എണ്ണകൾ നമുക്ക് ലഭിക്കും. അതുപോലെ വയറ് കുറയാൻ വേണ്ടിയിട്ടും എണ്ണ ലഭിക്കും. കുറയും, പോക്കറ്റിൻ്റെ കനം കുറയും. ഇതിന് എന്തെങ്കിലും ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്ത് കുടവയറന്മാരാരും കാണുകയില്ലായിരുന്നു. ഞാൻ ചുറ്റും നോക്കുമ്പോൾ ഇത്ര എളുപ്പത്തിൽ പറ്റിക്കപ്പെടാൻ സാധിക്കുന്ന, അല്ലെങ്കിൽ കബളിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ജനസമൂഹം ഇന്ത്യയിൽ വേറെയില്ല. ഒരുപക്ഷെ മലയാളി ബീഹാറിയോ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനെയോ ഒക്കെ മോശമായിട്ട് പറയാം, അവൻ ബീഹാറി അല്ലെങ്കിൽ അവൻ പാണ്ഡി എന്നൊക്കെ പറയും. അവരുടെ അത്ര പോലും സാമാന്യ വിവരമില്ലാത്ത, എന്നാൽ 2 നേരം കുളിക്കുന്ന ഒരു ജനവിഭാഗമാണ് മലയാളി. അതാണ് വാസ്തവം. ചികിത്സയിലേക്ക് കടന്നു വരുമ്പോൾ എനിക്ക് പറയാനുള്ളത് 2-3 ഇവിടെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ചികിത്സാ സമ്പ്രദായങ്ങളെ പറ്റി മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. വേറെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ സമയക്കുറവ് മൂലം ഞാൻ അത് മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ. തൃശ്ശൂർ എന്ന് പറയുന്ന ജില്ല കേരളത്തിലെ യുക്തിവാദി പ്രസ്ഥാനത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയ ഒരു ജില്ലയായിരുന്നു. പഴയ കാലത്തൊക്കെ ഒരു പ്രകടനം വിളിച്ചാൽ ഒരു 5000 പേര് കുറഞ്ഞ പക്ഷം കാണുമായിരുന്നു എന്ന് പഴയ തലമുറയിൽപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്. ആ തൃശ്ശൂർ ഉള്ള പല പ്രമുഖരായ യുക്തിവാദികൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും പ്രകൃതി ചികിത്സയുടെ വക്താക്കളാണ്. എനിക്ക് അവരോട് ഒന്നേ പറയാനുള്ളൂ, ഏതൊരു ജീവിയുടെയും വംശം അനിയന്ത്രിതമായി പെരുകാതെ നിൽക്കാൻ
പ്രകൃതിക്ക് അതിൻ്റേതായ ചില മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് രോഗം. ഭക്ഷ്യക്ഷാമം, പ്രളയക്കെടുതികൾ, ഇതൊക്കെ അതിൽ വരുന്നതാണ്. എന്നാൽ പോലും പ്രകൃതിയുടെ കാഴ്ചപ്പാടിൽ രോഗാണു എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. മനുഷ്യൻ്റെ ശരീരത്തിൽ ഹാനികരമായിട്ട് പ്രവർത്തിക്കുന്ന ചിലതരം വിഷാണുക്കൾ അഥവാ വൈറസുകൾ, ചിലതരം സൂക്ഷ്മാണുക്കൾ അഥവാ ബാക്ടീരിയകൾ മറ്റൊരു മൃഗത്തിനോ പക്ഷിക്കോ പ്രശ്നം ഉണ്ടാക്കുന്നില്ല. അല്ലെങ്കിൽ ചില മൃഗങ്ങൾക്കോ പക്ഷികൾക്കോ പ്രശ്നമുണ്ടാക്കുന്ന ചില പ്രത്യേകതരം രോഗാണുക്കൾ മനുഷ്യന് കുഴപ്പമുണ്ടാക്കുന്നില്ല. അപ്പോൾ രോഗം എന്ന് പറയുന്നത് തികച്ചും ആപേക്ഷികപരമായ ഒരവസ്ഥയാണ്. അത്തരം രോഗാണുക്കൾക്ക് പെറ്റുപെരുകാൻ മനുഷ്യൻ്റെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു അവയവത്തിനെ അവ ഉപയോഗിക്കുന്നു. തന്മൂലം മനുഷ്യന് ചില പ്രശ്നങ്ങളുണ്ടാകുന്നു. നമുക്കറിയാം, ഹിംസ്ര മൃഗങ്ങളെ വേട്ടയാടി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സിംഹം, കടുവ തുടങ്ങിയവയൊക്കെ വേട്ടയാടി കഴിഞ്ഞാൽ മാനുകളുടെ എണ്ണം അല്ലെങ്കിൽ സസ്യഭുക്കുകളുടെ എണ്ണം അമിതമായിട്ട് പെരുകും. അവ പുൽമേടുകൾ വെളുപ്പിക്കും, പിന്നീട് മരങ്ങളുടെ പട്ട തിന്നും, ഒടുവിൽ അതൊരു മരുഭൂമിയായിട്ട് മാറും. അപ്പം ഏതൊരു ആവാസ വ്യവസ്ഥയും അതിലെ അംഗങ്ങളുടെ എണ്ണം കൃത്യമായി നിലനിർത്തിക്കൊണ്ട് പോകാൻ പ്രകൃതിക്ക് അതിൻ്റേതായ ചില മാർഗങ്ങളുണ്ട്. അതിലൊന്നാണ് രോഗങ്ങൾ. പ്രകൃതിയുടെ മുമ്പിൽ ചികിത്സ എന്ന് പറഞ്ഞാൽ തികച്ചും പ്രകൃതി വിരുദ്ധമാണ്, അതറിഞ്ഞിരിക്കുക. പക്ഷെ മനുഷ്യൻ, ഭക്ഷണത്തിന് വേണ്ടി അലഞ്ഞു തിരിഞ്ഞെന്ന മനുഷ്യൻ കൃഷി കണ്ടുപിടിക്കുകയും ഭക്ഷണ സാധനങ്ങൾ സംഭരിക്കുകയും ചെയ്തതോടുകൂടിയാണ് ഒന്ന് ഇരിക്കാൻ ആരംഭിച്ചത്. ഈ ഇരിപ്പ് തുടങ്ങിയ കാലം കൊണ്ട് തന്നെ മനുഷ്യന് ജീവിതശൈലി രോഗങ്ങളും ഉണ്ടായി, അല്ലാതെ അത് ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതല്ല. ഈ ഇരിപ്പിൽ നിന്നാണ് സയൻസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വികസിച്ച് വന്നത്. അപ്പോഴും നമ്മൾ അറിഞ്ഞിരിക്കുക, സ്കൂളിൽ നമ്മളൊരു കാര്യം പഠിക്കും, ന്യൂട്ടൻ്റെ 3-ാം ചലന നിയമം. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനമുണ്ട്. ആക്ഷൻ ഉണ്ടോ, ഒരു റിയാക്ഷൻ ഉണ്ട്. എഫക്റ്റ് ഉണ്ടോ, ഒരു സൈഡ് എഫക്റ്റ് ഉണ്ട്. പക്ഷെ ചില ആൾക്കാർ ഞങ്ങളുടേതിന് സൈഡ് എഫക്റ്റ് ഇല്ല, പാർശ്വഫലങ്ങൾ ഇല്ല എന്ന് പറയുമ്പോൾ അതിനെ പൊക്കിപ്പിടിച്ചുകൊണ്ട് നടക്കുന്ന ആൾക്കാരുടെ സാമാന്യ വിവരം എത്രയ്ക്കുണ്ട് എന്നുള്ളതിൽ എനിക്ക് നല്ല സംശയമുണ്ട്. സൂര്യനിൽ നിന്നും ഊർജ്ജം വരുന്നുണ്ട്, അതേ സമയം തന്നെ ഒരുപാട് വിഷരശ്മികൾ, കോസ്മിക് റേസ് ഒക്കെ വരുന്നുണ്ട്. വൈദ്യുതി ഉൽപ്പാദനത്തിന് വേണ്ടി വെള്ളം തടഞ്ഞ് അണ കെട്ടി നിർത്തിയിട്ടുണ്ട്. ഒരു ഭൂകമ്പത്തിനുള്ളൊരു സാധ്യത, ഒരു പ്രഭവ മേഖലയാണ് നമ്മളവിടെ ഉണ്ടാക്കുന്നത്. ഒപ്പം തന്നെ ലോകത്തുണ്ടാകുന്ന ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമായ വാതകങ്ങളിൽ 5-1 വരുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളം, ഡാമുകളിൽ നിന്നാണ്. അതാണ് അതിൻ്റെ സൈഡ് എഫക്റ്റ് എന്ന് പറയുന്നത്. പക്ഷേ വൈദ്യുതി നമുക്ക് കൂടിയേ തീരൂ. നമ്മൾ വെള്ളം കുടിച്ചിട്ടുണ്ടെങ്കിൽ മൂത്രം ഒഴിക്കും, ദാറ്റ്സ് എ സൈഡ് എഫക്റ്റ്. ലോകത്ത് എന്തൊരു സാധനത്തിനും ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിന് റിയാക്ഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഈ ലളിതമായ സത്യം മനസ്സിലാക്കാൻ ഒരുപാട് യുക്തിവാദികളും നടിക്കുന്നവർക്ക് ഇന്നും സാധിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായൊരു വസ്തുതയാണ്. പലരും പറയാറുണ്ട്, പച്ചക്കറികൾ മാത്രം കഴിക്കുക. ഒരു മനുഷ്യൻ്റെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് 21 തരം വിവിധ തരങ്ങളിലുള്ള അമിനോ ആസിഡുകൾ മൂലമാണ്. പച്ചക്കറി മാത്രം കഴിക്കുന്നവർക്ക് ചില സംഗതികൾ കിട്ടില്ല. അത്തരം അമിനോ ആസിഡുകളുടെ അഭാവം അവരുടെ ശരീരത്തിലുണ്ടാവും. ഇനി പൂർണ്ണമായിട്ട് മാംസഭുക്കാണെങ്കിൽ അവിടെയും മനുഷ്യന് പ്രശ്നമുണ്ടാവും. മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മിശ്രഭുക്കാണ്. അതോടൊപ്പം പാകം ചെയ്ത ഭക്ഷണങ്ങൾ മാത്രമേ മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ളൂ. അഫ്കോഴ്സ് ചിലതരം പഴുത്ത പഴങ്ങളൊക്കെ നമുക്ക് പാകം ചെയ്യാതെ കഴിക്കാം, ചില എക്സെപ്ഷൻസ് കൊടുക്കാമെങ്കിൽ പോലും. അങ്ങേയറ്റം സസ്യഭുക്കുകളോട് നമ്മൾ പറയുകയാണ്, ഒരു പച്ച ഏത്തയ്ക്ക തരാം, തിന്ന് കാണിക്കാമോ? പറ്റില്ല. ഏതെങ്കിലും ഒരു പഴവർഗ്ഗം പച്ചയ്ക്ക് കൊടുത്തു നോക്കിക്കേ, കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയ്ക്ക് അതിനെ ദഹിപ്പിക്കാനുള്ള ശേഷിയില്ല. അപ്പോൾ ഈ പാകം ചെയ്ത ഭക്ഷണം കഴിച്ച് അതിന് അനുയോജ്യമായൊരു ദഹന വ്യവസ്ഥ പരുവപ്പെടുത്തിയെടുത്തത് നീണ്ടുനിന്ന പരിണാമത്തിലൂടെയാണ്. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുകയും വൈദ്യുതി ഉപയോഗിക്കുകയും കിടക്കയും ചെരുപ്പും പല്ലുതേപ്പും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, സോപ്പിട്ടുള്ള കുളി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ചില ആൾക്കാർ പറയും, ഞാനൊരു പ്രകൃതി ചികിത്സയുടെ വക്താവാണ്. തലവേദന വരാതിരിക്കണമെങ്കിൽ ഇവിടെ ഇട്ടിങ്ങനെ അങ്ങ് തിരുമിയാൽ മതി. വൈദ്യശാസ്ത്രത്തിൽ നമുക്ക് ഏറ്റവും വലിയ തലവേദന കാരണം കാക്കത്തൊള്ളായിരം കാരണങ്ങളുണ്ട്. കാഴ്ചശക്തിയുടെ പ്രശ്നം തൊട്ട് ഒരുപാട് കാര്യങ്ങൾ തലവേദനയ്ക്ക് കാരണമാകുന്നുണ്ട്. അപ്പോൾ പെരുവിരൽ അമർത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തലവേദന മാറിക്കിട്ടും. ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് വിഡ്ഢികളെ നമ്മൾ കാണാറുണ്ട്. അതല്ലെങ്കിൽ സ്വന്തമായിട്ട് ശുദ്ധജലം ഉപയോഗിച്ച് എനിമ എടുക്കുക, എല്ലാം മാറിക്കിട്ടും. മനുഷ്യൻ്റെ ദഹന വ്യവസ്ഥയിൽ ഒരു ദിവസത്തിൽ സംഭരിച്ച് വെച്ചിരിക്കുന്ന വിസർജ്യങ്ങൾ പുറത്തേക്ക് കളയാൻ വളരെ ശക്തമായൊരു റിഫ്ലക്സ് പ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്. അതിലൂടെ മനുഷ്യൻ്റെ സംഗതികൾ വെളിയിൽ പോകുന്നുമുണ്ട്. അതിനു പകരം
അവിടെയുള്ള നാഡീതന്തുക്കളെ ഇറിറ്റേറ്റ് ചെയ്യാൻ, വെറുതെ ചൊറിയാൻ വേണ്ടിയിട്ട് കുറച്ച് സംഗതികൾ അകത്തേക്ക് കടത്തി വിടുക, ഇതിൻ്റെ സഹായത്തോടെ മലവിസർജനം നടത്തുക, അങ്ങനെയെങ്കിൽ ഒരുപാട് അസുഖങ്ങൾ മാറിക്കിട്ടും എന്നൊക്കെ പറയുന്നവരോട് സത്യം പറയാൻ എനിക്ക് സഹതാപമേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ഏറ്റവും വലിയ ആയുധം എന്ന് പറയുന്നത് മൂലക്കുരു അഥവാ പൈൽസ് എന്ന് പറഞ്ഞൊരു അസുഖമാണ്. ഒന്നോർക്കുക, കയ്യിലെ രക്തക്കുഴലുകൾ എന്ന് പറയുന്നതിൻ്റെ പുറത്ത് നമ്മൾ കുറച്ചൊരു മർദ്ദം കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ രക്തക്കുഴൽ തള്ളി വരും. കാരണം അതിലെ രക്തയോട്ടം തടസ്സപ്പെടുമ്പോഴത്തേക്കും ഈ രക്തക്കുഴലിൻ്റെ വികാസമുണ്ടാകും. ഇത് തന്നെയാണ് ആശുപത്രിയിൽ സൂചി വയ്ക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ രക്തക്കുഴലിനെ വലുതാക്കാൻ ചെയ്യുന്നൊരു പരിപാടി. 2 കാലിൽ നടക്കുന്ന മനുഷ്യന് മാത്രമേ അങ്ങനെ ഒരു പ്രത്യേകതയുള്ളൂ. വയറ്റിലെ അവയവങ്ങൾ എല്ലാ ഭാരവും ഒന്ന് ആത്യന്തികമായിട്ട് പതിക്കുന്നത് എവിടെയെന്ന് ചോദിച്ചാൽ മലദ്വാരത്തിൻ്റെ പുറത്താണ്. അപ്പോൾ അതിന് ചുറ്റുമുള്ള രക്തക്കുഴലുകളിൽ രക്തയോട്ടം തടസ്സപ്പെട്ടിട്ട് ആ രക്തക്കുഴലിൽ വീർത്ത് വരുന്നൊരവസ്ഥയാണ് മൂലക്കുരു അല്ലെങ്കിൽ ഹെമറോയിഡ്സ് എന്ന് പറയുന്നത്. 2 കാലിൽ നടക്കുന്ന ആക്ഷന് കിട്ടിയ ഒരു റിയാക്ഷൻ. വയറ്റിൽ മർദ്ദം കൂടുന്ന കുറേ പരിപാടികളുണ്ട്. അമിതമായിട്ടുള്ള ചുമ, തുമ്മൽ, കുടവയറ്, അല്ലെങ്കിൽ ഒരേ നേരത്തുള്ള ഇരിപ്പ്, നിൽപ്പ്. ഇതുമൂലം മനുഷ്യനത് വരുമ്പോൾ അതിൻ്റേതായ ഒരു ചികിത്സാ രീതിയുണ്ട്. അതിനു പകരം ഇങ്ങനെയൊക്കെ ചെയ്തങ്ങ് മാറ്റിക്കളയാം എന്ന് ചിലർ വിശ്വസിക്കുന്നുണ്ട്. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിലാണെന്ന് എനിക്ക് പറയാൻ സാധിക്കും. ഇതൊരു സയൻസ് ആയിരുന്നുവെങ്കിൽ ലോകത്ത് മൂലക്കുരു മൂലം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു രോഗി പോലും കാണില്ലായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. പക്ഷെ അങ്ങനെയല്ല. അതുപോലെ തന്നെ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ സയൻസിനെ തെറി പറഞ്ഞുകൊണ്ടാണ് പലരും മുമ്പോട്ട് വരുന്നത്. പാരസിറ്റമോൾ എന്ന് പറഞ്ഞാൽ എലിവിഷമാണ്, കരളിനെ തകർക്കും, ഒരുപാട് കാര്യങ്ങളുണ്ട്. സയൻസിനൊരു മേന്മയുണ്ട്. കാരണം ഒരു മരുന്ന് അല്ലെങ്കിൽ ഒരു ഔഷധം അകത്തേക്ക് കൊടുക്കുമ്പോൾ അതിന് ഇന്ന പാർശ്വഫലങ്ങൾ വരാം എന്ന് അതോടൊപ്പം തന്നെ സയൻസ് പബ്ലിഷ് ചെയ്യും. അതായത് നമ്മളുടെ മകളെ കെട്ടാൻ വരുന്നൊരു ചെറുക്കനോട് പറയാണ്, പെണ്ണ് വിദ്യാഭ്യാസം എല്ലാം ഉണ്ട്, പക്ഷേ കാലിൽ അല്പം മന്തുണ്ട് എന്ന് തുറന്നു പറയുന്ന ഒരു അമ്മായിയച്ഛൻ്റെ മനസ്ഥിതിയാണ് സയൻസിനുള്ളത്. അവിടെ ഒന്നും ഒളിച്ചു വെക്കാനില്ല. പക്ഷേ ഇങ്ങനെ ആ ഗുളിക കഴിച്ചാൽ അത് വരും, ഈ ഗുളിക കഴിച്ചാൽ ഇത് വരും, ഇങ്ങനെ ചില മുട്ടാപ്പോക്ക് ന്യായങ്ങൾ. നമ്മൾ ഒന്നറിഞ്ഞിരിക്കുക, മനുഷ്യജീവിതം രക്ഷപ്പെടുത്തുക എന്ന പരമപ്രധാനമായ കർത്തവ്യം മുന്നിൽ നിൽക്കുമ്പോൾ തീരെ നിസ്സാരമായിട്ട് തള്ളിക്കളയാവുന്ന ഒന്നാണ് പാർശ്വഫലങ്ങൾ എന്ന് പറയുന്നത്. ആ ഒരു ചികിത്സാ സമ്പ്രദായം വന്നതുകൊണ്ട് മാത്രമാണ് മനുഷ്യൻ്റെ ശരാശരി ആയുസ് 80 വയസ്സിലേക്ക് നീണ്ടുപോയത്. പഴയ കാലഘട്ടം നമ്മൾ ആലോചിക്കുക, വസൂരി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ മൊത്തം വെളുത്ത് കിട്ടും, കുഞ്ഞുകുട്ടി സഹിതം എല്ലാവരും മരിച്ചു പോകും. പ്ലേഗ് വന്നിട്ടുണ്ടെങ്കിലൊക്കെ ഇതായിരുന്നു അവസ്ഥ. അതായത് മനുഷ്യൻ എന്ന് പറയുന്ന ജീവിയുടെ വംശം നിലനിർത്താൻ പ്രകൃതിക്ക് അതിൻ്റേതായ ചില മാർഗങ്ങളുണ്ടായിരുന്നു. സയൻസ് വന്നപ്പോഴത്തേക്ക് മനുഷ്യൻ്റെ ജീവിത നിലവാരത്തിൽ, സ്റ്റാൻഡേർഡിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു, ചികിത്സ വന്നു, ആയുർദൈർഘ്യം കൂടി, അതോടൊപ്പം തന്നെ പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റവും കൂടി. ഇതിനെയൊക്കെ വിസ്മരിച്ചുകൊണ്ട് ആയുർദൈർഘ്യം കൂട്ടിത്തന്ന മോഡേൺ മെഡിസിനെ തെറിപറയുക അല്ലെങ്കിൽ ആധുനിക വൈദ്യത്തിനെ ആക്ഷേപിക്കുക, ഇങ്ങനെയുള്ള ചില നുണുക്ക് വിദ്യകൾ ചെയ്താൽ പല കാര്യങ്ങളും മാറിക്കിട്ടുമെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുക, ഇതാണ് ഇത്തരക്കാരുടെ ചെയ്തികളെന്ന് പറയുന്നത്. കൊച്ചി സഹകരണ മെഡിക്കൽ കോളേജിൽ ഒരു രോഗി വന്നു, ഇരിക്കാൻ പറഞ്ഞു. അദ്ദേഹം ഇരിക്കുന്നില്ല. ഞാൻ പലതവണ പറഞ്ഞു ഇരിക്കത്തില്ല. ഞാനും എഴുന്നേറ്റു. അപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഇരിക്കാൻ സാധിക്കുന്നില്ല. കാരണം അദ്ദേഹത്തിന് ഫിസ്റ്റുല എന്ന് പറഞ്ഞൊരവസ്ഥ, മലദ്വാരത്തിന് സമാന്തരമായിട്ട് മറ്റൊരു ചെറിയൊരു ഓപ്പണിങ്, അതിലെക്കുറിച്ച് കുറച്ച് പഴുപ്പ് വരുന്നു. ശരി, അദ്ദേഹം പരസ്യം നോക്കിയപ്പോൾ ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്നു, മൂലക്കുരു ഫിസ്റ്റുല ഫിഷർ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്തി കൊടുക്കും. ഒരു ക്ലിനിക്കിൻ്റെ പേര്, മറ്റേ മാർക്കറ്റിൻ്റെ പുറകിൽ ഈ ലോഡ്ജിൻ്റെ ഇത്ര നമ്പർ മുറിയിൽ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചികിത്സ വളരെ രസകരമായിരുന്നു. തെങ്ങിൻ്റെ കൊലഞ്ഞിൽ അതിൽ തുണി ചുറ്റി മഞ്ഞൾ, ഭസ്മം തുടങ്ങി കുറച്ച് സാധനങ്ങളൊക്കെ മുക്കിയിട്ട് ഈ ഫിസ്റ്റുലയ്ക്കുള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുത്തു. ഏതാനും ദിവസങ്ങളായിട്ട് അസഹ്യമായ വേദനയും പുറത്തു പറയാനാവാത്ത നാണക്കേടുമായിട്ട് ഈ മനുഷ്യൻ നടക്കുകയാണ്. ചില കാര്യം പറഞ്ഞ് പേഷ്യൻറ്റിനെ കിടത്തി ഇത് വലിച്ചെടുത്തപ്പോൾ ആശുപത്രി മൊത്തം നാറിപ്പോയി. ഇതാണ് പാരമ്പര്യ അല്ലെങ്കിൽ മറ്റ് ചികിത്സാ രീതികളെന്ന് പറഞ്ഞിട്ട് ആൾക്കാരോട് ചെയ്യുന്ന ക്രൂരത. അപമാന ഭയത്താൽ ആരും ഇത് പുറത്തു പറയാറില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ ഇങ്ങനെയൊക്കെ ആണെങ്കിലും നമ്മളുടെ ജനത്തിൻ്റെ പ്രതികരണശേഷി ഏറ്റവും കൂടുതൽ വെളിവാക്കപ്പെടുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ ആശുപത്രികൾ തന്നെയാണ്. ഈ 2 ആഴ്ച മുമ്പ് കായംകുളത്ത്
പാടത്ത് ചെളിക്കകത്തിട്ട് ബോധം കെടുത്തി ബലാത്സംഗത്തിന് വിധേയായ യുവതി, 37 വയസ്സുള്ള സ്ത്രീ, അവരെ ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ 62 വയസ്സുള്ള ഡോക്ടർ അദ്ദേഹം മൂക്കിനകത്തും വായിൽ നിന്ന് ചെളി നീക്കം ചെയ്തു, ഓക്സിജൻ കൊടുത്തു, സ്റ്റിറോയിഡ് ഇഞ്ചെക്ഷൻസ് കൊടുത്തു, എത്രയും പെട്ടെന്ന് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ വേണ്ടി കംപ്ലീറ്റ് സംഗതികൾ എഴുതി. അപ്പോഴാണ് കൊണ്ടുവന്ന പുരുഷന്മാർ പറഞ്ഞത്, ഇത് സ്ത്രീയല്ലേ, അപ്പോൾ ഇനി പകരം ആൾക്കാരൊക്കെ വരട്ടെ, നൈറ്റ് വേണം. ഏതാണ്ട് 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് രോഗിയെ കായംകുളത്ത് നിന്ന് കൊണ്ടുപോകുന്നത്. ഇതിനിടയിൽ രോഗി മരിച്ചു. എല്ലാ രാഷ്ട്രീയക്കാരും വന്നു. ആ ഒറ്റ ആവശ്യമേ ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം. 2-3 പേര് ബലാത്സംഗം ചെയ്തു, അവരാരും ഒരു കുറ്റക്കാരുമല്ല, ഡോക്ടറെ സസ്പെൻഡ് ചെയ്യണം. അപ്പോൾ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വന്നു, എല്ലാ രാഷ്ട്രീയ സംഘടനകളിലും ഈ ആവശ്യത്തിൽ മുറുകെ പിടിച്ചു നിന്നു, ഡോക്ടറെ സസ്പെൻഡ് ചെയ്തു. ഇതാണ് നമ്മളുടെ സമൂഹം. പക്ഷേ ഈ രീതിയിൽ ഫിസ്റ്റുലയ്ക്ക് ഇങ്ങനെ ഒരു ചികിത്സ കൊടുത്ത് രോഗിയെ വേദനയുടെ കാണാക്കയങ്ങളിലേക്ക് കൊണ്ടുപോയ ഇത്തരം വ്യാജന്മാരെ പറ്റി അല്ലെങ്കിൽ കപട വൈദ്യന്മാരെ പറ്റി സമൂഹം എന്തു പറയുമെന്ന് ചോദിച്ചാൽ അവരൊക്കെ ദിവ്യപുരുഷന്മാരാണ്. ഹോമിയോപ്പതിയെ പറ്റി പറയുമ്പോഴത്തേക്ക് ഏറ്റവും വലിയൊരു സംഗതി ഇതാണ്. ഒരു കാലഘട്ടത്തിൽ, സയൻസ് വികസിക്കാതിരുന്നൊരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ സയൻസിൻ്റെ ആരംഭഘട്ടത്തിൽ ഒരു മനുഷ്യന് തോന്നിയ തോന്നൽ, അനുഭവം, അതിനെ വെച്ചുകൊണ്ട് രൂപപ്പെടുത്തിയെടുത്ത സംഭവമാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. അവിടെ മറ്റൊന്നുമല്ല, പഴയകാലത്ത് പനിയും വിറയിലും വന്നിരുന്ന മനുഷ്യർക്ക് അത് മാറാൻ വേണ്ടി സിങ്കോണ എന്ന് പറയുന്ന ചെടിയുടെ പുറംപട്ട കഴിക്കാൻ കൊടുത്തിരുന്നു. കുറച്ച് ആൾക്കാർക്ക് പനിയും വിറയിലും മാറി, കുറച്ച് ആൾക്കാർക്ക് മാറിയില്ല. പിന്നീടാണ് സയൻസ് ഇത് തെളിയിച്ചത്, സിങ്കോണ എന്ന് പറയുന്ന ചെടിയുടെ പുറംപട്ടയിൽ അടങ്ങിയിരിക്കുന്നത് ക്വിനൈൻ എന്ന് പറയുന്ന പ്രത്യേക തരത്തിലുള്ളൊരു ക്ഷാര സംയുക്തം, ആൽക്കലോയിഡ്. ഇതകത്തേക്ക് ചെല്ലുമ്പോൾ മലേറിയയുടെ രോഗാണുക്കളുണ്ടെങ്കിൽ അവ നശിക്കും. അപ്പോൾ മലേറിയ മൂലമുണ്ടായ പനിയും വിറയിലുമായിരുന്നു അന്ന് മാറിയത്. ഇത് അന്നത്തെ കാലഘട്ടത്തിലെ വളരെ ക്രൂരമായ ചികിത്സാരീതി നിലനിന്നിരുന്ന ആ കാലഘട്ടത്തിൽ അതേ ചികിത്സാരീതി അവലംബിച്ചിരുന്ന ഒരു ഡോക്ടർ എന്ത് ചെയ്തു വെച്ചാൽ സ്വമേധയാ കുറച്ച് സിങ്കോണ ചെടിയുടെ പട്ട കഴിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ ശരീരാസുകളും വിറയിൽ വന്നു, ശരീര ഊഷ്മാവ് കൂടി, ഇത് ഏറെ നേരം നീണ്ടുന്നു, പിന്നീട് ശമിച്ചു. അതിൽ നിന്നും അദ്ദേഹം ഒരു സിദ്ധാന്തം എഴുതിയുണ്ടാക്കി. ഒരു രോഗിയിൽ രോഗലക്ഷണങ്ങൾ ശമിപ്പിക്കാൻ കൊടുക്കുന്നതെന്തോ അത് രോഗമില്ലാത്ത, അതായത് ആരോഗ്യവാനായ ഒരാളിൽ അതേ ലക്ഷണങ്ങൾ പുറപ്പെടുവിക്കും. ഈ സിദ്ധാന്തം ശരിയാണ് എന്നുണ്ടെങ്കിൽ ഒരാളുടെ ശരീരത്തിൽ ചൂട് കുറയ്ക്കാൻ കൊടുക്കുന്ന പാരസിറ്റമോൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പനിയില്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ അയാളുടെ ശരീരത്തിൻ്റെ ഊഷ്മാവ് കൂടണം. അങ്ങനെ കൂടുന്നുണ്ടോ? അതല്ലെങ്കിൽ ഒരാൾക്ക് മൂക്കൊലിപ്പ് ഇല്ലാതാക്കാൻ കൊടുക്കുന്നൊരു മരുന്ന് ആരോഗ്യവാനായ ഒരാളിൽ കൊടുക്കുമ്പോൾ അയാൾക്ക് മൂക്കൊലിപ്പ് ഉണ്ടാകണം. അങ്ങനെ ഉണ്ടാവുന്നുണ്ടോ? ഇല്ല. പിന്നെ അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ഭൂമിയിലെ ഏതൊരു മനുഷ്യനും ഏതെങ്കിലും ഒരു സാധനത്തിനോട് അലർജി ഉണ്ടായിരിക്കും. ഈ ചെടിയുടെ പുറംപട്ടയിൽ അടങ്ങിയിരുന്ന ക്വിനൈൻ എന്ന് പറയുന്ന പ്രത്യേകതരം ആൽക്കലോയിഡിനെതിരെ സാമുവൽ ഹനിമാൻ്റെ ദേഹത്തുണ്ടായ അലർജിയാണ് അദ്ദേഹം ഇങ്ങനെ തെറ്റിദ്ധരിച്ചത്. അതിൽ നിന്നുണ്ടായ, അല്ലെങ്കിൽ നീർപ്പിക്കും തോറും വീര്യം കൂടും എന്ന് പറയുന്ന കെമിസ്ട്രിയുടെ അടിസ്ഥാന തത്വങ്ങൾക്ക് വളരെ എതിരായിട്ടുള്ള ഈ ഒരു സിദ്ധാന്തം രൂപീകരിച്ച് ഒരു തുള്ളി മാതൃസത്ത് അല്ലെങ്കിൽ മദർ ടിങ്ചർ എന്ന് പറയുന്ന സംഗതി നേർപ്പിച്ച് അവസാനം വെറും ഗ്ലൂക്കോസ് ഗ്ലോബ്യൂളിനകത്ത് അല്പം ആൽക്കഹോൾ ഒഴിച്ചിട്ട് ഇത് മരുന്നാണ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന ഒരു സംഭവമാണ് ഹോമിയോപ്പതി. ഞാൻ വിശദാംശങ്ങളിലേക്ക് സമയക്കുറവിനെ അനുവദിക്കുന്നില്ല. നിങ്ങളൊന്നും ഓർക്കുക, എന്തുകൊണ്ട് ഹോമിയോപ്പതിക്കാർ കൊടുക്കുന്ന മരുന്നുകൾ കഴിച്ച് ആർക്കും ആത്മഹത്യ ചെയ്യാൻ സാധിക്കുന്നില്ല? മോഡേൺ മെഡിസിനിൽ കൊടുക്കുന്ന ഗുളിക, പ്രഷറിന് കൊടുക്കുന്ന ഗുളിക ഒരു 5 എടുത്ത് വായിലിട്ടിട്ടുണ്ടെങ്കിൽ പണി കിട്ടും. ഹോമിയോപ്പതിക്കാർ കൊടുക്കുന്ന മരുന്ന് സാധനം ഒരു 1000, 2000, 5000, 10000 എടുത്ത് വിഴുങ്ങിക്കൂ, ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഇത് മരുന്നാണ് എന്ന് പറഞ്ഞിട്ട് ജനത്തിനെ കബളിപ്പിക്കുന്നൊരു സംഗതി. ഇതുകൊണ്ടാണ് 1941 തന്നെ സോവിയറ്റ് യൂണിയൻ ഇതിനെ നിരോധിച്ച് കളഞ്ഞത്. അമേരിക്കയിലും ഓസ്ട്രേലിയയിലൊക്കെ ഇത് ക്വാക്കറിയാണ്. ഈവൻ ഹോമിയോപ്പതിയുടെ ജനേതാവ് സാമുവൽ ഹനിമാൻ്റെ ജർമ്മനിയിൽ പോലും നിങ്ങൾക്കിത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എഴുതി വയ്ക്കണം. അതായത് ഇത് ഒരു തരം കബളിപ്പിക്കൽ പരിപാടിയാണ്, അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഒരു ബോർഡ് എഴുതി വെച്ചിട്ട് മാത്രമേ നിങ്ങൾക്കിത് ചെയ്യാൻ പറ്റൂ. പക്ഷേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്താണ് ഏറ്റവും അധികം ഹോമിയോപ്പതിക് ഫിസീഷ്യന്മാരുള്ളത്. അവർക്ക് യാതൊരു വിധത്തിലുള്ള എമർജൻസികളും മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്കൊരു പാമ്പ് കടി ഏറ്റിട്ടുണ്ടെങ്കിലോ, നിങ്ങൾക്ക് തലച്ചോറിൽ മസ്തിഷ്ക ജ്വരം വന്നിട്ടുണ്ടെങ്കിലോ, ന്യൂമോണിയ വന്നിട്ടുണ്ടെങ്കിലോ ഒന്നും തന്നെ നിങ്ങളാരും അങ്ങോട്ടേക്ക് ഓടില്ല. കാരണം ഓടിയിട്ടും കാര്യമില്ല. സയൻസിന് ഇന്നും ചികിത്സ എന്ന് പറയുന്ന കീറാമുട്ടിയായിട്ടുള്ള ചില അസുഖങ്ങളുണ്ട്. അത് പറഞ്ഞുകൊണ്ട് മോഡേൺ മെഡിസിന് ഇന്നും വിജയം കണ്ടെത്താനാവാത്ത ചില കാര്യങ്ങളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇത്തരക്കാർ സയൻസിനെ പുച്ഛിച്ചുകൊണ്ട് കുറച്ച് ആൾക്കാരെ, അതായത് മണ്ടന്മാരെ കുറച്ച് ആൾക്കാരെ കൂടുതൽ മണ്ടന്മാരാക്കിക്കൊണ്ട് അവരിലേക്ക് വലിച്ചടിപ്പിക്കും.
നമ്മളൊന്നറിഞ്ഞിരിക്കുക, അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും സയൻസ് അല്ല. നമ്മളിരിക്കുന്ന തീവണ്ടി നിശ്ചലമായി ഇരിക്കെ എതിർവശത്തെ പ്ലാറ്റ്ഫോമിലെ തീവണ്ടി ചലിക്കുമ്പോൾ നമ്മൾ ചലിക്കുന്നതായിട്ട് തോന്നും. ഇന്ദ്രിയങ്ങൾ നമ്മളെ കബളിപ്പിക്കുകയാണ്. മുന്നോട്ട് പോകുന്ന കാറിൻ്റെ ചക്രം പുറകോട്ട് കറങ്ങുന്നതായിട്ട് തോന്നും. ഇന്ദ്രിയങ്ങൾ നമ്മളെ കബളിപ്പിക്കുന്നതാണ്. അതുകൊണ്ടാണ് അനുഭവം എന്ന് പറയുന്നത് ഒരിക്കലും സയൻസ് അല്ല എന്ന് പറയുന്നത്. പല യുക്തിവാദികളും പറയാറുണ്ട്, എനിക്കിങ്ങനൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് എനിക്കതിനെ എതിർക്കാൻ പറ്റില്ല. വളരെ സഹതാപം എനിക്ക് തോന്നാറുണ്ട്. അതുപോലെ തന്നെയാണ് ഈ എണ്ണ തേച്ചുള്ള തനത് ചികിത്സാ സമ്പ്രദായമായിട്ടുള്ള ആയുർവേദത്തിൻ്റെ കാര്യം. പഞ്ചകർമ്മ ചികിത്സ എന്ന് പറഞ്ഞുകൊണ്ട് മൂക്കിലൂടെ ഒഴിക്കുന്ന തുള്ളി മരുന്നങ്ങ് ശിരസിൽ തലച്ചോറിൽ ചെല്ലുമെന്നാണ് അവർ പറയുന്നത്. നമ്മൾ മനുഷ്യരെയും കീറി മുറിച്ച് പഠിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മൂക്കിലൊഴിക്കുന്ന എന്ത് സാധനവും വായിക്കൂടെ വരും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഉഷ്ണരക്തജീവിയായ മനുഷ്യനെ ഒരു പെട്ടിക്കകത്തിട്ട് പൂട്ടിയിട്ട് തല മാത്രം വെളിയിലിട്ടിട്ട് ആവി കയറ്റുകയാണ്, സ്വേദനം. അങ്ങേയറ്റം വീർപ്പിക്കുക, വീർത്ത് കഴിയുമ്പോഴത്തേക്ക് കുറേ അസുഖങ്ങൾ മാറും. ഒരു ലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. മനുഷ്യൻ്റെ ഊഷ്മാവ് എന്ന് പറഞ്ഞൊരു പ്രത്യേക രീതിക്ക് അപ്പുറത്ത് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മനുഷ്യൻ മരിച്ചു പോകും, കുറഞ്ഞാലും മരിച്ചു പോകും. അപ്പോൾ മനുഷ്യ ശരീരത്തിലെ വിസർജ്യ വ്യവസ്ഥ, എക്സ്ക്രീറ്ററി സിസ്റ്റം എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞുകൂടായിരുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ കുറേ മണ്ടത്തരങ്ങളുണ്ട്. അഫ്കോഴ്സ് കുറച്ച് വിദേശീയരെ പറ്റിക്കാൻ സാധിക്കുന്നുണ്ട്, അവരിൽ നിന്ന് കുറച്ച് കാശ് ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നതല്ലാതെ ഏതെങ്കിലും രീതിയിൽ മനുഷ്യന് ഗുരുതരമായ ചികിത്സ ആവശ്യമായിട്ടുള്ള ഏതെങ്കിലും ഒരു അസുഖത്തിനെതിരെ ചികിത്സ ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എന്നിട്ടും സങ്കുചിത ദേശീയവാദവും മതപ്രോക്തം, മതത്തിൻ്റെ സഹായത്തോടുകൂടിയും നിലനിൽക്കുന്ന ഇത്തരം സംഗതികളിൽപ്പെട്ട് ഒരുപാട് പേർക്ക് പണി കിട്ടിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. ഏതൊരു കാര്യത്തെപ്പറ്റിയും ഉള്ള അറിവ് നമ്മൾ സമ്പാദിക്കുക. ഏതെങ്കിലും ഒരാൾ പറയുന്നത് കേട്ടിട്ട് കണ്ണടച്ച് വിശ്വസിക്കാൻ പാടില്ല. മലയാളിയുടെ ഏറ്റവും വലിയ പ്രശ്നം അതാണ്, ക്ഷിപ്ര വിശ്വാസശീലം. ഇപ്പോൾ വരുന്ന വഴിക്കും ബോർഡ് കണ്ടു, പ്രൊഫസർ ദേവസ്യ മുല്ലക്കര സാർ നയിക്കുന്ന ആത്മാഭിഷേക വചന യാത്ര. ഒരു ദമ്പതികളുടെ പടം കൊടുത്തിട്ട് പറയുകയാണ്, 2 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു, അദ്ദേഹം പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കുട്ടിയുണ്ടായി. ഈ TV പ്രോഗ്രാം കണ്ടാൽ മനസ്സിലാകും, ഇദ്ദേഹം ഒരുപാട് പേർക്ക് കാഴ്ചയും കേൾവിയും കൊടുക്കാറുണ്ട്, ഒരുപാട് അസുഖം മാറ്റാറുണ്ട്. പക്ഷേ ഈ വ്യക്തി എന്ന് പറയുന്നത് കാഴ്ച കാണുന്നത് കണ്ണട ഉപയോഗിച്ചിട്ടാണ്. ഇതൊരിക്കലും അവിടെ പോകുന്ന വിശ്വാസികൾക്ക് ഇത് മനസ്സിലാവാത്തത് കൊണ്ട് ഇവരിതിൻ്റെ പുറകെ പോകും. അപ്പോൾ സയൻസിൽ എനിക്ക് പറയാനുള്ളത്, ഈ ഒരു സംരംഭം ഇതുണ്ടാകുമ്പോഴത്തേക്കും ഓരോ ആൾക്കാരുടെ അഭിപ്രായം എന്ന് പറയുന്നത് നമുക്ക് വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒന്നാണ്. ആരുടെയെങ്കിലും പുറത്ത് നമ്മൾ എന്തെങ്കിലും അടിച്ചേൽപ്പിക്കുകയല്ല ചെയ്യുന്നത്. സയൻസിനെ അധിഷ്ഠിതമാക്കിക്കൊണ്ട് മനുഷ്യനെ ചൂഷണത്തിൽ നിന്ന് വിമുക്തമാക്കിയ സയൻസിനെ, അതിനെ മുൻനിർത്തിക്കൊണ്ട് അതിൽ നിന്നുണ്ടാകുന്ന ചർച്ചകൾ നമ്മളിൽ നിന്നും ഒരു സന്ദേശം പുറത്തേക്ക് പോകുമ്പോഴത്തേക്ക് അതൊരിക്കലും തെറ്റിദ്ധാരണാജനകമോ അല്ലെങ്കിൽ യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതോ ആയിരിക്കാൻ പാടുള്ളതല്ല. പല യുക്തിവാദി പ്രസിദ്ധീകരണങ്ങളിലും അച്ചടിച്ച് വരുന്ന ലേഖനങ്ങളും കമൻറ്റുകളും കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ അറപ്പുളവാറുണ്ട്, ഇത്രത്തോളം അധപതിച്ചു പോയല്ലോ എന്നുള്ളത്. അത് നമുക്ക് പ്രസിദ്ധീകരിക്കാൻ പോകുന്ന ഇത്തരം ഒരു പുതിയ മാഗസിൻ അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സംഘടന, എനിക്ക് പറയാനുള്ളത് ഈ സംഘടനയ്ക്ക് സ്വതന്ത്ര യുക്തി സംഘമെന്നോ അങ്ങനെ ഒരു പേര് കൊടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്തരം സംഘടനകൾക്ക് അല്ലെങ്കിൽ അത്തരം സംഘടനകൾക്ക് ഒരു നേതാവോ അനുയായിയോ പാടില്ല. ഇതിനകത്ത് അംഗങ്ങളായിട്ടുള്ളവരെല്ലാവർക്കും തന്നെ തുല്യ പ്രാധാന്യമുള്ള ഒന്നായിരിക്കണം. ആ രീതിയിലുള്ളൊരു സംഘടനയും അതിനൊരു മാസികയും അത് വെച്ചുകൊണ്ട് സയൻസിൻ്റെ യഥാർത്ഥ സ്വഭാവം അല്ലെങ്കിൽ ജനത്തിനെ ചൂഷണത്തിൽ നിന്നും വിമുക്തമാക്കുവാൻ വേണ്ടിയിട്ടുള്ള സംഭാവനകൾ ഓരോരുത്തരും നൽകണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.